ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. അതിമോദം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാഥ ആരാധന. ആരാധന ആരാധന നാഥ ആരാധന. കരുണാനിധിയായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. എൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും അങ്ങയുടെ അനുഗ്രഹവും സമാധാനവും നിറയ്ക്കണമേ. എൻ്റെ എല്ലാ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും നന്മയുടെ വഴിയിൽ നയിക്കണമേ. എൻ്റെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അവിടുത്തെ അനുഗ്രഹം ഞാൻ യാചിക്കുന്നു. എൻ്റെ കുടുംബം, തൊഴിൽ, ബന്ധങ്ങൾ എന്നിവയെ അവിടുത്തെ കൃപയാൽ സംരക്ഷിക്കണമേ. എൻ്റെ ജീവിതത്തിലെ എല്ലാ കണ്ണീരും ദുഃഖങ്ങളും ആശകളും ആശങ്കകളും ഈശോയെ നിൻ്റെ തിരുസന്നിധിയിൽ ഞാനിതാ ഇറക്കി വയ്ക്കുന്നു. ജീവിതത്തിൻ്റെ അടഞ്ഞുകിടക്കുന്ന എല്ലാ വാതിലുകളും അങ്ങയുടെ അനുഗ്രഹത്താൽ ഇന്നെനിക്കായി തുറക്കണമേ. എൻ്റെ കുടുംബത്തെയും ജീവിത പങ്കാളിയെയും മക്കളെയും എൻ്റെ ജോലിയെയും ആരോഗ്യത്തെയും എനിക്കുള്ള എല്ലാറ്റിനെയും ഈശോയെ നിൻ്റെ തൃക്കരങ്ങളിലിതാ ഭരമേൽപ്പിക്കുന്നു. എന്നെ ഉപേക്ഷിക്കാതെ അങ്ങയുടെ അനുഗ്രഹത്താൽ അനുദിനവും വഴി നടത്തണമേ. ഇന്ന് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സകല നിയോഗത്തിൻ്റെ മേലും അവിടുത്തെ അത്ഭുത വരദാന ശക്തി പ്രകടമാക്കണമേ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 7 മുതലുള്ള തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. യേശു വീണ്ടും പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഈ വാക്കുകൾ ദൈവമക്കളായ നമുക്ക് എത്രമാത്രം ആശ്വാസം നൽകുന്നവയാണ്. കാരണം കർത്താവാകുന്ന വാതിൽ കടന്നിട്ട് വേണം ഏതൊരാൾക്കും ദൈവമക്കളുടെ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും തക്കം നോക്കിയിരിക്കുന്ന കള്ളന്മാരുടെ ഈ ലോകത്ത് യേശു നമ്മുടെ വാതിലായുള്ളതാണ് നമ്മുടെ ബലമെന്ന് ഈ പ്രഭാതത്തിൽ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. കർത്താവ് കായേന് നൽകുന്ന ഒരു ഉപദേശമാണിത്. ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്നോർക്കണം. അത് നിന്നിൽ താൽപ്പര്യം വച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. വാതിൽക്കൽ പതിയിരിക്കുന്ന പാപത്തിൻ്റെ, തിന്മയുടെ സാത്താന്യ ശക്തികൾ അവ അകത്തു പ്രവേശിക്കുവാൻ അവസരം നോക്കിക്കിടപ്പുണ്ട്. കർത്താവ് വാതിലായി ഇല്ലാത്ത ജീവിതങ്ങൾക്ക് അവയെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. അവ പ്രവേശിക്കുന്ന ജീവിതങ്ങളും കുടുംബങ്ങളും നശിച്ചു പോകുന്നതായി കാണുന്നു. ബൈബിളിൽ 2 വാതിലുകളാണ് നമ്മൾ കാണുന്നത്. ഒന്ന് യേശുക്രിസ്തുവാകുന്ന ജീവൻ്റെ വാതിൽ, 2 ശത്രുവാകുന്ന മരണവാതിൽ. ഏതു വാതിൽ തിരഞ്ഞെടുക്കണമെന്നുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഈശോ നമ്മുടെ വാതിലായുണ്ടെങ്കിൽ ഒരു ശത്രുവിനും ആ വാതിൽ കടന്നു വരുവാൻ കഴിയില്ല എന്നോർക്കാം. ഒരു ബാധയ്ക്കും അകത്ത് കടക്കാൻ സാധിക്കില്ല. ഒരു പോരാട്ടത്തിനും ഉള്ളിൽ കയറാൻ പറ്റില്ല. ഒരു ശാപത്തിനും ഒരു തിന്മയ്ക്കും ഒരു രോഗത്തിനും ഒരു നിരാശയ്ക്കും അകത്തു പ്രവേശിക്കാൻ അനുവദിക്കില്ല. യേശുവേ, ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഈശോയെ, എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കളുടെ ജീവിതത്തിനും വാതിലായി അങ്ങെന്നും ഉണ്ടാകണമേ. എൻ്റെ കുടുംബത്തെയും തലമുറയെയും സുരക്ഷിതമായി കാക്കണമേ. ദൈവകരങ്ങളിൽ സർവ്വവും സമർപ്പിച്ച് ഈ ദിവസം നമുക്ക് ആരംഭിക്കാം.
ദൈവ പൈതലായി ജീവിക്കാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കനിയൂ സ്നേഹപിതാവേ, നീറുമെൻ മാനസമോടെ അർപ്പിക്കും നിൻ മുൻപിലായി ജീവിത കാലമിതാ. കനിയൂ സ്നേഹപിതാവേ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും ഈ സമയം മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നേ. അവരെ ഓരോരുത്തരെയായി ഈ ദിവ്യകാരുണ്യ സന്നദ്ധിയിലേക്കൊന്ന് ചേർത്ത് വെച്ചേ. ഈശോ അവരെ എല്ലാം അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ അത്ഭുത നാമത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാം. ക്രൂശിതനായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങളെ തടഞ്ഞു നിർത്തുവാൻ പിശാചൊരുക്കിയ എല്ലാ ബന്ധനങ്ങളും ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ തകർക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കെട്ടുകളും പൊട്ടിച്ചു തരട്ടെ. എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സം, ജോലി തടസ്സം, മക്കളുടെ പഠന മേഖലയിലുള്ള തടസ്സങ്ങൾ, സാമ്പത്തിക മേഖലയിലുള്ള തടസ്സങ്ങൾ, കടബാധ്യതകൾ, കുടുംബത്തിലെ സമാധാനമില്ലാത്ത അവസ്ഥകൾ, കൂടെ ഉണ്ടാകുന്ന തകർച്ചകൾ, പരാജയങ്ങൾ എല്ലാം യേശുനാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം എനിക്ക് വേണ്ടി ഒരുക്കിയ അനുഗ്രഹങ്ങൾക്കെല്ലാം തടസ്സം നിൽക്കുന്ന കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രു സൈന്യങ്ങളും കാൽവരി കുരിശിൻ ചുവട്ടിൽ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ ബന്ധിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സ്വർഗീയ മുദ്രകുത്തി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വീട് നിൽക്കുന്ന മണ്ണ്, വായു, അന്തരീക്ഷം, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ അയൽപക്കക്കാർ, ഇടവക ജനങ്ങൾ എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. അനർത്ഥങ്ങൾ, ആപത്തുകൾ, അപകടങ്ങൾ, മാറാവ്യാധികൾ, തീരാരോഗങ്ങൾ, ദുഃഖങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാപങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജീവിതങ്ങളും യേശു നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബങ്ങളിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകട്ടെ, ഐശ്വര്യമുണ്ടാകട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം കൊണ്ട്, സന്തോഷം കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ സമയം നമുക്ക് നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ വലിയ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക്, തലമുറകളിലേക്കെല്ലാം കടന്നു വരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഈ വചനം ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും. സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും.
കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്യിച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും, നീ ആരുടെയും ആജ്ഞാനുവർത്തിയായിരിക്കുകയില്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ അരുത്. ദൈവമായ കർത്താവിന് സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,